പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ആദ്യം തന്നെ ബാബു സാറിനെ കുറിച്ച് ഓർക്കാനും സാറിൻ്റെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും അവസരം തന്നതിന് വക്കം മൗലവി ഫൗണ്ടേഷനും അതിൻ്റെ ഭാരവാഹികൾക്കുമുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ തലമുറ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബാബു സാറ് വളരെ അഭിവന്ദ്യനായ ഗുരുവാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ബാബു സാറ് തീർച്ചയായിട്ടും എൻ്റെ കുടുംബവുമായി ഉള്ള ബന്ധമുണ്ട്. അച്ഛനുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ MG രാധാകൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് വളരെ വ്യക്തിപരമായി അടുത്ത് പെരുമാറാനും അടുത്ത് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. 1998 ഞാൻ ദേശാഭിമാനിയിൽ നിന്ന് വിട്ട് ഏഷ്യാനെറ്റിൽ ചേരുമ്പോഴാണ് സാറിൻ്റെ ഒപ്പം സാറിൻ്റെ കീഴിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചത്. അന്നത്തെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഏഷ്യാനെറ്റ് അല്ല. അന്ന് ഒരു വലിയ ടീമായിരുന്നു. പ്രഗത്ഭരായവരുടെ വളരെ സത്യസന്ധമായും നിർഭയമായും നിഷ്പക്ഷമായും ഒക്കെ വാർത്തയെയും സമൂഹത്തെയും കാണുന്നവരുടെ ഒരു വലിയ നിര. BRP ഭാസ്കർ സാർ ഉണ്ടായിരുന്നു, ശശികുമാർ സാറ്, സക്കറിയ, TN ഗോപകുമാർ, പിന്നെ CL തോമസ്, NP ചന്ദ്രശേഖരൻ, ഇവരുടെ ഒപ്പം ഒക്കെയാണ് ഞാനും പ്രവർത്തിച്ചിരുന്നത്. അന്ന് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പത്രവിശേഷം എന്ന പരിപാടി അന്നത്തെ നമുക്കറിയാം, ഏഷ്യാനെറ്റ് കേരളത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്വകാര്യ ചാനൽ. അപ്പോൾ BBC ഒക്കെയാണ് അന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു മാതൃകയായി കണക്കാക്കുന്നത്. അതിനൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു സ്വകാര്യ ചാനൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിൻ്റെ വാർത്തയുടെ സ്വഭാവം, ഇതൊക്കെ തന്നെ കൃത്യമായി നിർവചിക്കുവാനും ഏറ്റവും സത്യസന്ധമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുമുള്ള എങ്ങനെയാണ് ഏഷ്യാനെറ്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമിട്ടതിൽ തീർച്ചയായിട്ടും ബാബു സാറിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും, അന്ന് മൊബൈൽ ഫോൺ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. അന്നൊക്കെ ഇവരൊക്കെ തന്നെ, ശശികുമാർ സാർ ഉൾപ്പെടെ എല്ലാവരും, ഇപ്പോൾ ഫ്ലാഷ് ന്യൂസ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ടെലിവിഷൻ ചാനലിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ ഫ്ലാഷ് ന്യൂസുകൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ കാണും. 2-3 വാർത്തകളാണ്. മുകളിൽ എഴുതുന്ന വാർത്തയുടെ ബാക്കിയാണോ താഴെ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഏതാണ് ഈ വാർത്ത, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ശശികുമാർ സാറും BRP സാറും ഒക്കെ ഏത് വാർത്തയാണ് ഫ്ലാഷ് ന്യൂസ് ആകേണ്ടത്, ഏതിനാണ് ആ പ്രാധാന്യമുള്ളത്, ഓരോ വാർത്തയും എങ്ങനെ പ്ലേസ് ചെയ്യണം, അതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായി നിർവചിക്കുകയും ബാബു സാർ ആ കാര്യത്തിലൊക്കെ, ബാബു സാറ് പത്രവിശേഷം എന്ന പരിപാടി നടത്തുന്നത് കൊണ്ട് തന്നെ അന്ന് സാറ് തന്നെ പലപ്പോഴും പറയാറുണ്ട്, അന്ന് പത്രവായനക്കാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും. ആ പത്രവായനക്കാർ, ദൂരദർശൻ നമ്മൾ ആ രീതിയിൽ കണക്കിൽ കൂട്ടേണ്ടതായിട്ടില്ല, ആ പത്രം വായിച്ച് ആ ശീലമുള്ളവരെ ടെലിവിഷൻ വാർത്തയിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിക്കൊണ്ട് തന്നെ ചാനൽ നിൽക്കട്ടെ എന്നുള്ളതായിരുന്നു. ഇതിലൊക്കെ തന്നെ ആ നയം രൂപീകരിക്കുന്നതിലും ആ ചാനലിൻ്റെ സ്വഭാവം, അതിൻ്റെ സമീപനം, അതിൻ്റെ വീക്ഷണം, അതൊക്കെ കൃത്യമായി രൂപം കൊടുക്കുന്നതിലുമൊക്കെ ബാബു സാറ് വലിയ പങ്കാണ് അന്ന് വഹിച്ചിരുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാറിനോട് കുറച്ചു നേരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജേർണലിസത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരിക്കും, ഏത് വിഷയമാണെങ്കിലും. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർ എന്നും വളരെ സൗമ്യനായി, ഒരുപക്ഷെ ഒരു ഋഷിതുല്യമായ ഒരു നിർമ്മമത അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും ഉള്ളിൽ അമർഷം അല്ലെങ്കിൽ പ്രതിഷേധം ആളി കത്തുമ്പോഴും സാർ വളരെ സൗമ്യമായും പക്ഷേ വളരെ ശക്തമായും കരുത്തോടുകൂടിയും ആ കാര്യത്തെ കാണുകയും പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ വളരെ സൗമ്യമായി എന്നാൽ ശക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരുവാനും മനസ്സിലാക്കി തരുവാനും ഒക്കെയുള്ള സാറിന് എത്ര സമയം വേണമെങ്കിലും അതിന് ചെലവഴിക്കാനും ഒട്ടും മടിയുണ്ടായിരുന്നില്ല എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നീട് സാർ എനിക്ക് തോന്നുന്നു 2000 കഴിഞ്ഞതിന് ശേഷം, ഞാനുമൊക്കെ 2000-ഓടുകൂടി ഏഷ്യാനെറ്റ് വിട്ടു, ഞാൻ കൈരളിയിലേക്ക് പോയി. സാറും കുറച്ചു കാലം കൂടി, അപ്പോഴേക്കും ഏഷ്യാനെറ്റിൻ്റെ സ്വഭാവം മാറി. ശശികുമാർ സാർ അവിടെ നിന്ന് പോയി, ഇവരെല്ലാവരും അവിടെ നിന്ന് വിട്ടു. അതിനുശേഷം യഥാർത്ഥത്തിൽ ബാബു സാറ് ഒരു പൂർണ്ണ സമയം ഒരു ആക്ടിവിസ്റ്റ് തന്നെയായിരുന്നു. ആ ജേർണലിസ്റ്റ് എന്നുള്ള ആ ഒരു അതിൽ നിന്ന് മാറിക്കൊണ്ട് സാറ് ഒരു പൂർണ്ണ സമയം, അതൊരു സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട, ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഏത് വിഭാഗത്തിൻ്റെയും, ഞങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ മേഴ്സി അലക്സാണ്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് നമുക്കറിയാം 90-കൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഈ സെക്സ് റാക്കറ്റിൻ്റെതായ വലിയ വിവാദങ്ങളും അത്തരം വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ ഉണ്ടായ കാലമാണ്. സൂര്യനെല്ലി സംഭവം, വിതുര സംഭവം, ഇതുപോലെ ഐസ്ക്രീം കേസ്, ഇതുപോലെ ഒരുപാട് കേസുകൾ. ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ സ്ത്രീകൾ നടത്തുന്ന സമരങ്ങളിൽ സാർ പൂർണ്ണമായും ഞങ്ങളുടെ ഒപ്പം നിന്നിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇന്നത്തെ പോലെയല്ല, ഏതാണ്ട് 25-30 വർഷം മുമ്പാണ്. അന്ന് ഇത്രയേറെ ലിംഗനീതിയെക്കുറിച്ചും ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെയുള്ളൊരു വ്യക്തതയോ അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാടോ പലർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളുടെ കൂടെ വന്ന് സംസാരിക്കുമ്പോഴും പലപ്പോഴും സംസാരിച്ച് ഏറ്റവും അവസാനം എത്തുമ്പോൾ ഏറ്റവും സ്ത്രീവിരുദ്ധമായ, ഏറ്റവും ജെൻഡർ പൊളിറ്റിക്സ് ഒട്ടുമേ അറിയാത്ത രീതിയിൽ, അജ്ഞമായ രീതിയിലാണ് പലരും സംസാരിക്കാറ്. പക്ഷെ ബാബു സാർ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ലിംഗനീതിയെക്കുറിച്ചും ജെൻഡറിനെ കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വ്യക്തത ഉണ്ടാക്കി തരുവാനും ബാബു സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാറിൻ്റെ ദീർഘകാലമായ അനുഭവം, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെയുള്ള സാറിൻ്റെ അനുഭവം, സാറിൻ്റെ പത്രപ്രവർത്തന രംഗത്തെ സംഭവങ്ങൾ, അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെ ആയിരിക്കാം സാറിന് ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, സ്ത്രീകളുടെ മാത്രമല്ല, ഇപ്പം CK ജാനുവൊക്കെ പലയിടത്തും വളരെ സ്നേഹത്തോടു കൂടി എഴുതിയിട്ടുണ്ട്. ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് പുറത്ത് കുടിലുകെട്ടി സമരം നടത്തിയപ്പോൾ സാർ ഏതാണ്ട് മുഴുവൻ സമയവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദളിതരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഈ സമൂഹത്തിൽ അനീതി എവിടെ ഉണ്ടോ അതിന് സാറിന് വേറെ ഒരു തരത്തിലുള്ള പരിഗണനകളും ഇല്ല എന്നുള്ളതാണ്. അനീതിയാണ് എന്ന് കണ്ടാൽ അത് എങ്ങനെ അതിനെതിരായിട്ട് എങ്ങനെ പ്രതികരിക്കാം, എങ്ങനെ പ്രതിഷേധിക്കാം, അത്തരം കൂട്ടായ്മകളെ എങ്ങനെയാണ് ശാക്തീകരിക്കുക, അതിനെങ്ങനെ ഒപ്പം നിൽക്കാം എന്നുള്ളത് സാറിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ സാറ് വളരെ ശക്തമായ ഒരു ഇടതുപക്ഷ വിമർശകനായി മാറിയിരുന്നു. സാറിൻ്റെ പലപ്പോഴും സാറിൻ്റെ സംസാരങ്ങളിലും വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ സാറിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇവരൊക്കെ തന്നെ സാറിൻ്റെ അച്ഛനും സാറിൻ്റെ കുടുംബവും ഒക്കെ തന്നെ ഒരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ അനുഭാവികളും അതിനോടൊപ്പം നിന്നവരും ഒക്കെ തന്നെ ആയിരുന്നു. സാറ് പറയുന്നുണ്ട്, സാർ 52-ൽ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിനുശേഷം 57-ൽ EMS സർക്കാർ വരുന്നു. അപ്പോഴൊക്കെ ഈ 50-കൾ എന്ന് പറയുന്നത്, നമ്മൾ അരുണ ദശകം എന്ന് പറയാറുണ്ട്, റെഡ് ഡെക്കേഡ് എന്ന് പറയുന്ന ആ കാലഘട്ടം ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. വിപ്ലവം വളരെ അടുത്തെത്തിയെന്നും ഉടനെ തന്നെ സമത്വാധിഷ്ഠിതമായ സമൂഹം നിർമ്മിക്കപ്പെടുമെന്നും ഒക്കെയുള്ള ഒരു ധാരണ അന്നുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നീട് 63-ൽ പാർട്ടിയുടെ സ്പ്ലിറ്റോടുകൂടി ആ തലമുറയിലെ വലിയൊരു വിഭാഗത്തിന് വലിയ നിരാശയിലേക്ക് പോവുകയും ചെയ്തു. എൻ്റെ അമ്മയൊക്കെ പറയും, ആ ഉണ്ടാക്കിയ ഷോക്ക്, ജീവിതത്തിൽ അത്തരം ഒരു ഷോക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആ ഒരു തലമുറയിൽപ്പെട്ട ബാബു സാറിന് ആ ഒരു നിരാശ സാറ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്നത് തീർച്ചയായും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും പല കാര്യങ്ങളിൽ വളരെ മുന്നിലാണ്. സാറ് തന്നെ ആ കഥകളൊക്കെ പറയാറുണ്ട്. UN-ന്റെ ഒരു റിപ്പോർട്ട് വന്നതും കേരള മാതൃക എന്ന നിലയ്ക്ക് വന്നതും ഒക്കെ സാറ് അപ്രീഷിയേറ്റ് ചെയ്യും, സാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്ന് പറയുന്ന ഒരു പക്ഷേ എന്ന് പറയുന്നത് സാറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സാറ് തന്നെ പറയാറുണ്ട്, ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ BJP ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാണ്. ഇവിടെയുള്ള ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അത് അങ്ങനെ കിടക്കാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാറിൻ്റെ ആ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ മനസ്സിൽ തട്ടിയുള്ള ആ ഒരു സമൂഹത്തിനോടുള്ള സ്നേഹം, ആ പ്രതിബദ്ധതയാണ് സാറിനെ ഒരു വിമർശകനാക്കി മാറ്റിയത്. പക്ഷെ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു വിമർശനത്തിന് വേണ്ടി വിമർശിക്കുക എന്നുള്ള തരത്തിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വിഷലിപ്തമായ വിമർശനമായിട്ട് ഒരിക്കലും ബാബു സാറിൻ്റെ കാണാൻ കഴിയില്ല. നന്നാവുക എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമൂഹത്തിലെ ഉണ്ടാകുന്ന അനീതികൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സാറ് അവസാന നിമിഷം വരെ
അതും എടുത്തു പറയേണ്ട കാര്യമാണ്. 93-ാം വയസ്സിൽ സാറ് പിന്നീട് ഇവിടെ ലൈവിൽ റിട്ടയർമെൻറ്റ് ഹോമിൽ താമസിക്കുമ്പോഴും സാറിന് നിരന്തരമായ ചിന്ത, അവിടെ പോയി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, അതൊരു വലിയ കുറ്റബോധമായി എൻ്റെ ഉള്ളിലുണ്ട്, പോകണം എന്ന് വളരെയേറെ ആഗ്രഹിച്ചെങ്കിലും പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ പലരും പോയവരും ഒക്കെ പറയുകയായിരുന്നു, അവസാന നിമിഷം വരെയും സാറിന് എഴുതണം, സാറിന് വായിക്കണം, സാറിന് ചിന്തിക്കണം. അവസാനത്തെ 3 ദിവസം മാത്രമാണ് സാറിന് അത് കഴിയാതെ പോയത്, ആശുപത്രിയിൽ കിടന്നത്. തീർച്ചയായിട്ടും അത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ബൗദ്ധികമായ പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടിവ് തട്ടുക എന്നുള്ളത് സാറിനെ ഒരു പക്ഷേ വലിയ നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളതാണ്. സാറിന് വായിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു. സാർ അവസാന നിമിഷം വരെ, അവസാനം ഓർമ്മ പോകുന്നത് വരെയും നിരന്തരം ഈ സാമൂഹ്യ കാര്യങ്ങളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് സാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്കറിയാം സാറിൻ്റെ കുടുംബജീവിതം. എനിക്ക് രമചേച്ചിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, ഭാര്യയുമായിട്ട്. ചേച്ചിയുടെ നിര്യാണം, മകൾ ബിന്ദു എൻ്റെ നല്ല സുഹൃത്തായിരുന്നു, ഹിന്ദുവിലെ റിപ്പോർട്ടറായിരുന്നു. ബിന്ദുവിൻ്റെ മരണം, ഇതൊക്കെ തന്നെ സാറിനെ മാനസികമായിട്ട് എത്രമാത്രം ദുഃഖിപ്പിച്ചിരിക്കും എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സാറ് നിരന്തരം ഈ തിരുത്തലിന് വേണ്ടിയുള്ള, സാറിനെ കൊണ്ട് കഴിയുന്നിടത്തോളം സാറിൻ്റെ ഊർജം അതിനുവേണ്ടി ചെലവഴിച്ചു കൊണ്ടിരുന്നു. മരണത്തിന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപിക കൂടിയായ മനു ഭാസ്കർ ടീച്ചർ, സാറിൻ്റെ സഹോദരി, പറയുകയായിരുന്നു, ജൂൺ 4-ാം തീയതിക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല എന്ന് സാറ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മനു ടീച്ചർ പറയുകയായിരുന്നു, വിചാരിച്ചത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാനാണ് സാധ്യത, അത് കാണാൻ താല്പര്യമില്ല എന്ന രീതിയിലാണ് ബാബു സാർ പറഞ്ഞത് എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയാണോ എന്നറിയില്ല, അന്ന് റിസൾട്ടാണ്. പക്ഷേ കൃത്യമായി സാറ് പറഞ്ഞതുപോലെ തന്നെ 4-ാം തീയതിക്ക് ശേഷം സാർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ട രാജഗോപാൽ പറഞ്ഞതുപോലെ സാറിൻ്റെ ന്യൂസ് റൂം എന്ന പുസ്തകം, ചരിത്രവഴികളിലൂടെ എന്ന പുസ്തകം, ഈ പുസ്തകങ്ങളൊക്കെ തീർച്ചയായിട്ടും, പക്ഷെ എനിക്ക് തോന്നുന്നു സാർ ഇതിൽ കൂടുതൽ എഴുതാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എഴുത്ത് സാറിൻ്റേതായി വന്ന പുസ്തകങ്ങൾ കുറവാണ്. പക്ഷേ സാറിൻ്റെ ലേഖനങ്ങളൊക്കെ ഇനിയും സമാഹരിക്കാൻ ബാക്കിയുണ്ട് എന്ന് തോന്നുന്നു. വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ സമൂഹത്തെ നോക്കിക്കാണുകയും നിരീക്ഷിക്കുകയും, ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു നിരീക്ഷണ ബുദ്ധിയും അത് ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്ത് ഒരു ആക്ടിവിസ്റ്റിൻ്റെ പൂർണ്ണമായ സമർപ്പണവും, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബാബു സാറ്. തീർച്ചയായിട്ടും വളരെ സ്നേഹധനനായ ആരാധ്യനായ ബാബു സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും പുതിയ ജേർണലിസത്തിൽ ഇന്നത്തെ പത്രപ്രവർത്തകരും വരാൻ പോകുന്ന പത്രപ്രവർത്തകരും പത്രമാധ്യമ വിദ്യാർത്ഥികളുമൊക്കെ പഠിക്കേണ്ടതാണ് സാറിൻ്റെ എഴുത്തും ജീവിതവും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.